പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് ചുറ്റും നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മ ഊർജ്ജമണ്ഡലമുണ്ട്. ഇതിനെയാണ് ബയോഫീൽഡ് എന്ന് വിളിക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും അത്യാധുനികമായ കിർലിയൻ ഫോട്ടോഗ്രാഫി പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ഈ ഊർജ്ജപ്രഭാവലയത്തെ ചിത്രീകരിക്കാൻ ഇന്ന് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബയോഫീൽഡിൽ അതിന്റെ സൂചനകൾ, ഊർജ്ജ തടസ്സങ്ങൾ പ്രകടമാകും. സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങിയ ഓരോ വികാരവും നമ്മുടെ ബയോഫീൽഡിന്റെ നിറത്തിലും സാന്ദ്രതയിലും മാറ്റം വരുത്തുന്നു. ബാഹ്യലോകത്തെ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു കവചമായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിയെ പുനരുജ്ജീവിപ്പിക്കുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇത് കേവലം ആത്മീയമായ ഒരു കാര്യമല്ല, മറിച്ച് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജമണ്ഡലം ദുർബലമാണെന്ന് മനസ്സിലാക്കാം. കാരണമില്ലാത്ത അമിത തളർച്ച, പെട്ടെന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ വിഷാദം, തുടർച്ചയായ ആരോഗ്യ പ്രശ്നങ്ങൾ, സർഗാത്മകത നഷ്ടപ്പെട്ടതുപോലെ തോന്നുക, മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജ്ജം പെട്ടെന്ന് നിങ്ങളെ ബാധിക്കുക, ജോലിസ്ഥലത്തെയും കുടുംബത്തിലെയും സമ്മർദ്ദങ്ങൾ ശരീരത്തിലെ കോർട്ടിസോൾ അളവ് വർദ്ധിപ്പിക്കുകയും ഊർജ്ജമണ്ഡലത്തെ മങ്ങിക്കുകയും ചെയ്യുന്നു. സ്വയം കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരോടുള്ള വിദ്വേഷവും നമ്മുടെ ആന്തരിക ഊർജ്ജത്തെ വിഷലിപ്തമാക്കുന്നു. മൊബൈൽ ടവറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വികിരണങ്ങൾ സ്വാഭാവികമായ ബയോഫീൽഡിനെ അസ്വസ്ഥമാക്കുന്നു. വിശ്രമമില്ലാത്ത അധ്വാനം ശരീരത്തിലെ ബാറ്ററി ചാർജ് തീരുന്നത് പോലെ ഊർജ്ജം ക്ഷയിപ്പിക്കുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ കൃത്യസമയത്ത് ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ബയോഫീൽഡ് റീസ്റ്റോറേഷൻ. ഈ ഊർജ്ജമണ്ഡലം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സ്വയം വർദ്ധിക്കുന്നു. മനസ്സ് എപ്പോഴും പ്രസന്നവും ഭയരഹിതവുമായിരിക്കും. ജീവിതത്തിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഊർജ്ജമണ്ഡലം ഒരൊറ്റ പാളിയല്ല, മറിച്ച് വ്യത്യസ്ത സാന്ദ്രതയിലുള്ള പല പാളികൾ ചേർന്നതാണ്. ഇവ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലത്തെ സ്വാധീനിക്കുന്നു. ഭൗതിക ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാളി ആണ് എതറിക് ബോഡി. ശാരീരിക ആരോഗ്യവും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇടം ആണ് ഇമോഷണൽ ബോഡി. മാനസിക സംഘർഷങ്ങൾ ആദ്യം ബാധിക്കുന്നത് ഈ പാളിയെയാണ്. നമ്മുടെ ചിന്താരീതികൾ, വിശ്വാസങ്ങൾ, യുക്തി എന്നിവ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മെന്റൽ ബോഡിയാണ്. ബയോഫീൽഡ് എന്നത് കേവലം സങ്കല്പമല്ല. ആധുനിക ശാസ്ത്രം ഇതിനെ ബയോഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നു. ഹൃദയം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലം മസ്തിഷ്കത്തേക്കാൾ 60 മടങ്ങ് ശക്തമാണ്. ഇതിന്റെ കാന്തിക പ്രഭാവം ശരീരത്തിന് ചുറ്റും മീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഊർജ്ജത്തിന്റെ സ്പന്ദനങ്ങളാണ്. നമ്മുടെ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് രാസവസ്തുക്കളിലൂടെ മാത്രമല്ല, സൂക്ഷ്മമായ പ്രകാശ തരംഗങ്ങളിലൂടെയുമാണ്. നമ്മുടെ ഊർജ്ജമണ്ഡലത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെള്ളം കെട്ടിക്കിടക്കുന്ന അഴുക്കുചാൽ പോലെയാകുന്നു. ഇത് സംഭവിക്കുന്നത് പ്രധാനമായും 3 കാരണങ്ങളാലാണ്. ദേഷ്യം, സങ്കടം, പേടി എന്നിവ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കുമ്പോൾ അത് ബയോഫീൽഡിൽ ഊർജ്ജക്കട്ടകളായി മാറുന്നു. ഇത് പിന്നീട് ശാരീരിക രോഗങ്ങളായി പുറത്തുവരുന്നു. പഴയകാലത്തെ മോശം അനുഭവങ്ങൾ നമ്മുടെ ഊർജ്ജമണ്ഡലത്തിൽ പാടുകൾ അവശേഷിപ്പിക്കുന്നു. എപ്പോഴും പരാതി പറയുന്ന വ്യക്തികൾ, വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ എന്നിവ നമ്മുടെ ബയോഫീൽഡിനെ ഡ്രെയിൻ ചെയ്യുന്നു.
നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ബയോഫീൽഡ് ആ നെഗറ്റീവ് അവസ്ഥയെ നിലനിർത്തും. പകരം നിങ്ങൾ ആരോഗ്യവാനാണെന്നും സന്തോഷവാനാണെന്നും സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബയോഫീൽഡ് ആ പുതിയ ആവൃത്തിയിലേക്ക് മാറാൻ തുടങ്ങുന്നു. ഇത് കോശങ്ങളുടെ തലത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും സ്വയം സുഖപ്പെടാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഊർജ്ജമണ്ഡലത്തെ ബാധിക്കുന്ന പുറത്തുനിന്നുള്ള ഒരു പ്രധാന ഘടകമാണ് ജിയോപതിക് സ്ട്രെസ്. ഭൂമിയിലുള്ള ഭൂഗർഭ ജലപ്രവാഹങ്ങൾ, ധാതു നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ വിള്ളലുകൾ എന്നിവയിൽ നിന്ന് പുറപ്പെടുന്ന വികിരണങ്ങൾ നമ്മുടെ ബയോഫീൽഡിനെ ദോഷകരമായി ബാധിക്കാം. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടങ്ങളിൽ, ഉദാഹരണത്തിന് ഉറങ്ങുന്ന കട്ടിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേശ, മാറ്റം വരുത്തുന്നത് നിങ്ങളുടെ ഊർജ്ജം പെട്ടെന്ന് വീണ്ടെടുക്കാൻ സഹായിക്കും. ഉപ്പുവെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് ഇത്തരം വികിരണങ്ങളുടെ പ്രഭാവം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രപഞ്ചത്തിലെ എല്ലാം സ്പന്ദനങ്ങളാണ്. ബയോഫീൽഡ് പുനഃക്രമീകരിക്കാൻ ശബ്ദത്തിന് പ്രത്യേക കഴിവുണ്ട്. 528 ഹെർട്സ്, ഇതിനെ ലവ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. DNA അറ്റകുറ്റപ്പണികൾക്കും ബയോഫീൽഡ് ശുദ്ധീകരണത്തിനും ഇത് മികച്ചതാണ്. 417 ഹെർട്സ് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും മാറ്റങ്ങളെ സ്വീകരിക്കാനും സഹായിക്കുന്നു. 741 ഹെർട്സ് ശരീരത്തിലെയും ബയോഫീൽഡിലെയും വിഷാംശങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. സിങ്കിംഗ് ബോൾസ് പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ശരീരത്തിലെ കോശങ്ങളിലെ ജലാംശത്തിലൂടെ കടന്നുപോവുകയും ഊർജ്ജ തടസ്സങ്ങളെ തകർക്കുകയും ചെയ്യുന്നു. നമ്മൾ മറ്റൊരാളുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ബയോഫീൽഡുകൾ പരസ്പരം കലരുന്നു. ഇതിനെയാണ് എനർജി എൻട്രിൻമെന്റ് എന്ന് വിളിക്കുന്നത്. ശക്തമായ ബയോഫീൽഡ് ഉള്ള ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഊർജ്ജവും വർദ്ധിക്കും. ഇതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാരുടെ സാമീപ്യം നമുക്ക് ശാന്തി നൽകുന്നത്. തിരിച്ചും നെഗറ്റീവ് ആയ വ്യക്തികളുടെ സാമീപ്യം നമ്മുടെ ഊർജ്ജത്തെ ചോർത്തും. ഇതിനെ പ്രതിരോധിക്കാൻ പൈനാപ്പിൾ കട്ട് രീതി ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളിലേക്ക് തന്നെ ചുരുക്കിപ്പിടിക്കുന്നതായി സങ്കൽപ്പിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ബയോഫീൽഡിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ചിന്തകൾക്ക് ഊർജ്ജത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക. പ്രകാശമാനമായ ഒരു വെളുത്ത അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ശരീരത്തിലേക്ക് ഒഴുകുന്നതായും അത് നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇത് നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. നാം കഴിക്കുന്ന ഭക്ഷണം വെറും കലോറി മാത്രമല്ല, അത് ഊർജ്ജം കൂടിയാണ്. ജീവനുള്ള ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ പഴങ്ങൾ, പച്ചക്കറികൾ, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ ശീലമാക്കുക. ഇവയിൽ പ്രാണശക്തി കൂടുതലാണ്. ജലാംശം, ജലം ഊർജ്ജത്തെ കടത്തിവിടുന്ന നല്ലൊരു ചാലകമാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജപ്രവാഹം സുഗമമാക്കും. മൊബൈൽ ഫോണുകൾ, വൈഫൈ, ലാപ്ടോപ്പുകൾ എന്നിവയിൽ നിന്നുള്ള തരംഗങ്ങൾ നമ്മുടെ ബയോഫീൽഡിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെക്കുക. രാത്രിയിൽ ഫോൺ തലയ്ക്കടുത്ത് വെച്ച് ഉറങ്ങാതിരിക്കുക. നിങ്ങളുടെ ബയോഫീൽഡ് മികച്ചതായിരിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഊർജ്ജവും ശുദ്ധമായിരിക്കണം. മുറികളിൽ വായുസഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കുക. പഴയതും ഉപയോഗശൂന്യവുമായ സാധനങ്ങൾ മാറ്റുന്നത് കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴുക്കിക്കളയാൻ സഹായിക്കും. തുളസി, കറ്റാർവാഴ, സ്നേക്ക് പ്ലാന്റ് എന്നിവ സ്വാഭാവികമായി ബയോഫീൽഡിനെ ശുദ്ധീകരിക്കുന്ന പ്രാണവായു പുറപ്പെടുവിക്കുന്നു. ഇവ വീടിനുള്ളിൽ വളർത്തുന്നത് ഊർജ്ജമണ്ഡലത്തിന് ഒരു സംരക്ഷണ വലയം തീർക്കും.
നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ഭൗതിക ശരീരം വിശ്രമിക്കുമെങ്കിലും ബയോഫീൽഡ് പ്രപഞ്ച ഊർജ്ജത്തിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് ബോധപൂർവം ശരീരത്തിലെ ഓരോ ഭാഗത്തെയും റിലാക്സ് ചെയ്യുന്നത് ബയോഫീൽഡിലെ വിള്ളലുകൾ അടയ്ക്കാൻ സഹായിക്കുന്നു. വടക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി നമ്മുടെ ബയോഫീൽഡിനെ സംഘർഷത്തിലാക്കും. കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് ഉറങ്ങുന്നത് ഊർജ്ജം സംരക്ഷിക്കാൻ ഉത്തമമാണ്. നിങ്ങൾ ഒരു എംപാത്ത് ആണെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്ന വ്യക്തി, നിങ്ങളുടെ ബയോഫീൽഡ് എപ്പോഴും തുറന്ന നിലയിലായിരിക്കും. ഇത് നിങ്ങളെ പെട്ടെന്ന് തളർത്തും. ജോലി കഴിഞ്ഞ് വന്നാലുടൻ കൈകാലുകൾ ഉപ്പുവെള്ളത്തിൽ കഴുകുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച നെഗറ്റീവ് വൈബ്രേഷനുകളെ നീക്കം ചെയ്യും. പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങൾക്കും പിന്നിൽ ചില ജ്യാമിതീയ ക്രമങ്ങളുണ്ട്. നമ്മുടെ ബയോഫീൽഡ് ഒരു ടോറസ് ആകൃതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഡോണറ്റിന്റെ ആകൃതിയിൽ ശരീരത്തിന് മുകളിൽ നിന്നും താഴെ നിന്നും ഊർജ്ജം നിരന്തരം ചുറ്റിക്കറങ്ങുന്നു. പിരമിഡ് ആകൃതിയുള്ള രൂപങ്ങൾക്ക് താഴെ ഇരുന്നു ധ്യാനിക്കുന്നത് ബയോഫീൽഡിനെ 3 മടങ്ങ് വേഗത്തിൽ ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. സങ്കീർണമായ മണ്ഡല രൂപങ്ങൾ നോക്കി ഇരിക്കുന്നത് ചിതറിക്കിടക്കുന്ന നമ്മുടെ ഊർജ്ജത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരം 70% ജലമാണ്. ജലത്തിന് ഊർജ്ജത്തെയും വിവരങ്ങളെയും സ്വീകരിക്കാനും സംഭരിക്കാനും കഴിയുമെന്ന് ഡോ. മസാരു ഇമോട്ടോയുടെ പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നീല നിറത്തിലുള്ള കുപ്പിയിൽ വെള്ളം നിറച്ചു വെയിലത്ത് വെക്കുക. ഈ വെള്ളം കുടിക്കുന്നത് ബയോഫീൽഡിലെ അനാവശ്യ ഭയങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും. വെള്ളം കുടിക്കുന്നതിനു മുമ്പ് അതിലേക്ക് നോക്കി സന്തോഷം, ആരോഗ്യം എന്നീ വാക്കുകൾ മനസ്സിൽ വിചാരിക്കുക. ഇത് നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെ ഉടനടി മാറ്റും. ചിലപ്പോൾ നമ്മുടെ ബയോഫീൽഡിലെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാവണമെന്നില്ല. DNA വഴി കൈമാറ്റം ചെയ്യപ്പെട്ട മുൻഗാമികളുടെ ഭയമോ ദുഃഖമോ ഇതിന് കാരണമാകാം. എന്റെ മുൻഗാമികളിൽ നിന്ന് എനിക്ക് ലഭിച്ചതും എന്നാൽ എനിക്ക് ആവശ്യമില്ലാത്തതുമായ എല്ലാ ഊർജ്ജഭാരങ്ങളെയും ഞാൻ സ്നേഹത്തോടെ റിലീസ് ചെയ്യുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇത് ബയോഫീൽഡിനെ കൂടുതൽ ഭാരം കുറഞ്ഞതാക്കും. നമ്മുടെ ബയോഫീൽഡ് വർത്തമാനകാലത്ത് മാത്രമാണ് പൂർണ്ണ ശക്തിയോടെ ഇരിക്കുന്നത്. നിങ്ങൾ ഭൂതകാലത്തെ ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം ഭൂതകാലത്ത് കുടുങ്ങിക്കിടക്കുന്നു. ഭാവിയിലെ ആശങ്കകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഊർജ്ജം ഭാവിയിലേക്ക് പാഴായി പോകുന്നു. എന്റെ എല്ലാ ഊർജ്ജത്തെയും ഞാൻ ഈ നിമിഷത്തിലേക്ക് തിരികെ വിളിക്കുന്നു എന്ന് മനസ്സാ പറയുന്നതിലൂടെ നിങ്ങളുടെ ബയോഫീൽഡ് ഉടനടി ഏകീകരിക്കപ്പെടുന്നു. ഭക്ഷണത്തിന്റെ കലോറിയേക്കാൾ പ്രധാനം അതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. മൈക്രോവേവ് ഓവനുകളിൽ ചൂടാക്കിയ ഭക്ഷണങ്ങൾ ജലതന്മാത്രകളുടെ സ്വാഭാവിക ഘടനയെ മാറ്റുന്നു. ഇത് ബയോഫീൽഡിന് ഗുണകരമല്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അതിനോട് നന്ദി പറയുക. ഇത് ഭക്ഷണത്തിലെ ഊർജ്ജത്തെ ഉയർത്തുകയും അത് ശരീരത്തിന് കൂടുതൽ ഔഷധഗുണമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഊർജ്ജം ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളോട് മാന്യമായി നോ പറയുന്നത് നിങ്ങളുടെ ബയോഫീൽഡ് സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന വഴിയാണ്. പാടുകയോ വരയ്ക്കുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത് ബയോഫീൽഡിനെ തിളക്കമുള്ളതാക്കും. പ്രതിഫലം ഇച്ഛിക്കാതെ ഒരാളെ സഹായിക്കുന്നത് നിങ്ങളുടെ ബയോഫീൽഡിനെ പ്രപഞ്ച ഊർജ്ജവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഊർജ്ജമണ്ഡലം വീണ്ടെടുക്കാനുള്ള 5 ലളിതമായ വഴികൾ നമുക്ക് ഇന്ന് നോക്കാം. ഗ്രൗണ്ടിംഗ്. ദിവസവും കുറച്ചുനേരം നഗ്നപാതനായി പുല്ലിലോ മണ്ണിലോ നടക്കുക.
ഭൂമിയിലെ നെഗറ്റീവ് ചാർജുകൾ നിങ്ങളുടെ ശരീരത്തിലെ അനാവശ്യ ഊർജ്ജത്തെ വലിച്ചെടുക്കാൻ സഹായിക്കും. പ്രാണായാമം ശ്വസനത്തിലൂടെയാണ് നാം ഏറ്റവും കൂടുതൽ പ്രാണശക്തി സ്വീകരിക്കുന്നത്. ആഴത്തിലുള്ള ശ്വസനം ബയോഫീൽഡിനെ ശുദ്ധീകരിക്കുന്നു. ശബ്ദചികിത്സ പ്രകൃതിയുടെ ശബ്ദങ്ങൾ, മന്ത്രങ്ങൾ അല്ലെങ്കിൽ 432 ഹെർട്സ് പോലെയുള്ള പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള സംഗീതം കേൾക്കുന്നത് ഊർജ്ജതടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ജലചികിത്സ ഇളം ചൂടുവെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് കുളിക്കുന്നത് ശരീരത്തിനു ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ ഊർജ്ജമണ്ഡലം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു. നിങ്ങളുടെ കൈകൾ ഹൃദയത്തിനു മുകളിൽ വെക്കുക. ആഴത്തിൽ ശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി തോന്നിയ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ബയോഫീൽഡ് ഏറ്റവും ഉയർന്ന പോസിറ്റീവ് നിലയിൽ എത്തുന്നു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് പ്രപഞ്ചത്തിലെ എല്ലാ ശൂന്യതയിലും അനന്തമായ ഊർജ്ജമുണ്ട്. ഇതിനെയാണ് 0 പോയിന്റ് എനർജി എന്ന് വിളിക്കുന്നത്. ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭൗതിക അതിരുകൾ അലിഞ്ഞുപോകുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ പ്രപഞ്ചത്തിലെ അനന്തമായ ശൂന്യതയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ബയോഫീൽഡ് പ്രപഞ്ചത്തിന്റെ ഉറവിടത്തിൽ നിന്ന് നേരിട്ട് റീചാർജ് ചെയ്യപ്പെടുന്നു. ഇത് വിട്ടുമാറാത്ത തളർച്ച മാറ്റാൻ ഉത്തമമാണ്. നന്ദി, സ്നേഹം എന്നിവയിൽ ഇരിക്കുമ്പോൾ ബയോഫീൽഡ് കിലോമീറ്ററുകളോളം വ്യാപിക്കുന്നു. പേടി, കുറ്റബോധം എന്നിവയിൽ ഇരിക്കുമ്പോൾ ഊർജ്ജം ശരീരത്തോട് ഒട്ടിനിൽക്കുകയും ദുർബലമാവുകയും ചെയ്യുന്നു. ബയോഫീൽഡ് മാസ്റ്ററുടെ ഡെയിലി പ്രാക്ടീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നൽകുന്നു. പ്രഭാതവന്ദനം എഴുന്നേറ്റ ഉടൻ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവ് ആവൃത്തിയിൽ ലോക്ക് ചെയ്യുന്നു. കോഹറൻസ് ബ്രീത്തിംഗ് ഹൃദയത്തിൽ കൈവച്ച് 5 സെക്കൻഡ് ശ്വാസം എടുക്കുക, 5 സെക്കൻഡ് പുറത്തുവിടുക. ഇത് ഹൃദയത്തിന്റെ കാന്തിക മണ്ഡലത്തെ ക്രമീകരിക്കുന്നു. എനർജി കട്ടിംഗ് ഓരോ തവണ നെഗറ്റീവ് വ്യക്തികളുമായി ഇടപഴകിയ ശേഷവും കൈകൾ കുടയുകയോ വെള്ളത്തിൽ കഴുകുകയോ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് ഉറങ്ങുന്നതിനു മുമ്പ് അന്നത്തെ 3 നല്ല കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ബയോഫീൽഡ് ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ എന്ത് വൈബ്രേഷനാണോ പുറത്തുവിടുന്നത് അതിന് സമാനമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ സമ്പന്നനാണെന്ന് ആന്തരികമായി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ബയോഫീൽഡ് ആ ആവൃത്തിയിലേക്ക് മാറുന്നു. ഇത് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ സഹായിക്കുന്നു. ബയോഫീൽഡ് റീസ്റ്റോറേഷൻ എന്നത് വെറുമൊരു ചികിത്സാ രീതിയല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുമ്പോൾ അദൃശ്യമായ ആ ഊർജ്ജമണ്ഡലം കൂടുതൽ ശക്തമാവുകയും നമ്മെ ഒരു സംരക്ഷണ കവചം പോലെ പൊതിയുകയും ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ വെറുമൊരു ഭൗതിക ശരീരമല്ല, മറിച്ച് അനന്തമായ ഊർജ്ജത്തിന്റെ പ്രകാശരൂപമാണ്. ഈ പ്രകാശത്തെ തിരിച്ചറിയുകയും നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ രോഗമില്ലാത്ത ശരീരവും സമാധാനമുള്ള മനസ്സും നിങ്ങൾക്ക് കൈവരിക്കാനാകും. നിങ്ങൾ കേട്ട കാര്യങ്ങൾ കേവലം അറിവായി മാറ്റാതെ ദിവസവും 5 മിനിറ്റെങ്കിലും ഊർജ്ജ സംരക്ഷണത്തിനായി മാറ്റിവെക്കുക. പ്രകൃതിയാണ് ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്. ദിവസവും കുറച്ചുനേരം മണ്ണിലോ പുല്ലിലോ നടക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ലോകത്തിന് നൽകുന്ന ഊർജ്ജമാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. അതിനാൽ സ്നേഹവും കരുണയും പകരുക. നിങ്ങളുടെ ആന്തരിക പ്രകാശം ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കട്ടെ.
നവോന്മേഷത്തോടെ പുതിയൊരു ഊർജവുമായി മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.